നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൽ രക്ഷിതാക്കളുടെ പങ്കാളിത്തം സംബന്ധിച്ച് ആത്മവിമർശനം നടത്തണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ചേലക്കര മണ്ഡലത്തിലെ ചെറുതുരുത്തിയിൽ നിന്നും പിടികൂടിയത് CPMന്റെ പണമെന്ന് മുൻ MLA അനിൽ അക്കര. CPM ഭരിക്കുന്ന സാമ്പത്തിക ഭദ്രതയില്ലാത്ത ബാങ്കിൽ നടത്തറ പഞ്ചായത്ത് തനതു ഫണ്ട് നിക്ഷേപിച്ചതിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം. സ്പേസ് ഓൺ വീൽസ് എക്സിബിഷൻ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൽ രക്ഷിതാക്കൾ അടക്കമുള്ളവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് ആത്മവിമർശനത്തോടെ പരിശോധിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കട്ടിലപ്പവം സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതൊരു സ്വകാര്യ സ്കൂൾ ആയിരുന്നുവെങ്കിൽ കുട്ടികളുടെ കൈവശം ഒരു അറിയിപ്പ് എഴുതി കൊടുത്തുവിട്ടാൽ ജോലിയുള്ള രക്ഷിതാക്കൾ വരെ അവധിയെടുത്ത് എത്തുമായിരുന്നു. മാത്രമല്ല, ചോദിക്കുന്ന പണവും നൽകും. കോടികൾ മുടക്കി കുട്ടികൾക്ക് മികച്ച രീതിയിൽ പഠിച്ചു വളരുവാനുള്ള സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുമ്പോൾ സംഭാവന ഒന്നും നൽകേണ്ട, ഒന്ന് വന്നു നോക്കുവാനുള്ള മനസ്സെങ്കിലും കാണിക്കേണ്ടതല്ലേ എന്ന് ശുഷ്കമായ സദസ്സിനെ നോക്കി മന്ത്രി ചോദിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറഞ്ഞാൽ കുറച്ചുപേർ കൂടിയിരുന്ന് നടത്തുന്നു. ഒരു പരിപാടി മാത്രമല്ല, അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട ഒരു മഹായജ്ഞമാണ്. രക്ഷിതാക്കൾ ഇതിൽ താൽപര്യം കാണിക്കുന്നില്ല എന്ന് ജനപ്രതിനിധിയായ താൻ മനസ്സിലാക്കുന്നതായി മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ, വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, പുഷ്പ ചന്ദ്രൻ, സാവിത്രി രാമചന്ദ്രൻ, KP പ്രശാന്ത്, സുകന്യ, തുളസി, KB രാജേഷ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അൻസാർ തുടങ്ങിയവർ സംസാരിച്ചു. ദിവസം അടിയന്തരമായി കിട്ടണം എന്ന് PTA യോഗം കൂടി ചേരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു PTA-കാർക്കൊക്കെ ഒരു ഘോഷയാത്രയായി പങ്കെടുക്കാൻ പറ്റുന്ന ഒരു തീയതി വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ അടിയന്തരമായി യോഗം ചേരുന്നത് എന്നാണ് ഞാനൊരു വിമർശനമായി പറഞ്ഞതായി കരുതുക. 7 കോടി ഒരു സ്കൂളിനകത്ത് ഒരു ഗവൺമെന്റ് 1 രൂപ പോലും മറ്റാരെ കൊണ്ട് പഠിപ്പിക്കാതെ കൊടുക്കുമ്പോൾ അത് കിട്ടുന്നത് കൃത്യമാണോ എന്ന് നോക്കാൻ, ആ കിട്ടുന്ന പ്രവർത്തനങ്ങൾ നല്ലതുപോലെ നടക്കുന്നുണ്ടോ എന്ന് ബോധ്യപ്പെടാൻ രക്ഷകർത്താക്കളുടെ കൂടി പിന്തുണ, അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കൂടി പിന്തുണ നമ്മുടെ പൊതു വിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റാണ്. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, നമ്മുടെ കഴിമംഗലം SN ഗേൾസ് സ്കൂൾ, അവിടെ ഞങ്ങള് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടൊരു പൊതുപരിപാടി പ്ലാൻ ചെയ്യാൻ 7 വർഷക്കാലം മുമ്പ് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ കെട്ടിടം ഒന്ന് നന്നാക്കി പണിതു തരണം, ഞങ്ങൾക്ക് വേറെ നിവർത്തി. ചേലക്കര നിയോജക മണ്ഡലത്തിലെ ചെറുതുരുത്തിയിൽ നിന്നും പിടികൂടിയത് CPMന്റെ പണമെന്ന് കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ അനിൽ അക്കര വടക്കാഞ്ചേരിയിൽ പറഞ്ഞു. CPMന് വേണ്ടി ചെറുതുരുത്തിയിൽ എത്തിച്ച പണമാണിത്. ഇതിന് പിന്നിൽ നേരിട്ടിടപെടുന്ന പ്രധാനപ്പെട്ടയാൾ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MR മുരളിയാണ്. തനിക്ക് ലഭിച്ച രഹസ്യ വിവരമാണ് ഇതെന്നും അനിൽ അക്കര മാധ്യമങ്ങളോട് പറഞ്ഞു. പണം കൊണ്ടുവന്നത് ചേലക്കരയിലെ പട്ടികജാതി കോളനികളിൽ വിതരണം ചെയ്യുവാനാണ്. കരുവന്നൂർ കേസിലെ പ്രതികളുടെ ഉറ്റ ചങ്ങാതിയാണ് പിടിയിലായ ജയൻ. ചേലക്കരയിലെ കോളനികളിൽ CPM പണവും മദ്യവും ഒഴുക്കുകയാണ്. ചെറുതുരുത്തിയിലെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനോട് ചേർന്ന് ഒരു മന്ത്രിയുടെ സുഹൃത്ത് താമസിക്കുന്നുണ്ട്. അവിടെയാണ് CPMന്റെ ഫണ്ട് മുഴുവൻ ശേഖരിക്കുന്നത്. അവിടെ നിന്നാണ് പണം വിതരണം ചെയ്യുന്നതെന്നും അനിൽ അക്കര പറഞ്ഞു. വീട് നിർമ്മാണത്തിന് ടൈൽസ് വാങ്ങാനാണ് പണമെന്നാണ് പിടിയിലായ ജയൻ പോലീസിനോട് പറഞ്ഞത്. താൻ അന്വേഷിച്ചപ്പോൾ ജയൻ പണിയുന്നത് 2500 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. ഇതിന് 25 ലക്ഷം രൂപയുടെ ടൈൽസ് ആവശ്യമുണ്ടോ എന്ന് അനിൽ അക്കര ചോദിക്കുന്നു.
CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങളാണ് കോളനികളിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത്. ഇതിന്റെ മറവിലാണ് CPM പണം നൽകുന്നതെന്നും അനിലക്കര ആരോപിച്ചു. 500ഓളം കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പണം നൽകിയ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണമാണ്. ആ ആരോപണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അല്ലെങ്കിൽ തൊണ്ടിയാണ് എന്ന് ചെറുതുരുത്തിയിൽ വെച്ച് പിടിക്കപ്പെട്ടതാണ്. നമ്മൾ ആദ്യം പല ആൾക്കും പല സംശയങ്ങളുണ്ടായിരുന്നു ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച്. പക്ഷെ വളരെ കൃത്യമാണ്. ഈ പറയുന്ന ജയൻ എന്ന് പറയുന്ന കൊളപ്പള്ളി സ്വദേശിയായ ജയൻ ഇപ്പോൾ കരിവന്നൂർ കേസിൽ പ്രതികളായിട്ടുള്ള ജയിലിൽ കിടക്കുന്ന കോലഴി സതീശിൻ്റെയും വടക്കാഞ്ചേരി കൗൺസിലറായ അരവിന്ദാസിൻ്റെയും ഏറ്റവും അടുത്ത ചങ്ങാതിയാണ്. അദ്ദേഹം ഇപ്പോൾ ഈ പണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ LDF കൺവീനറുമായ ശ്രീ EP ജയരാജൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. തൊണ്ണൂർ മുൻ മുനിസിപ്പൽ ചെയർമാൻ MR മുരളിയാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടുകൾ പാലക്കാട് അസംബ്ലിയിലും ചേലക്കര അസംബ്ലിയിലും കൈകാര്യം ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഷൊർണൂരിലെ മുൻ നഗരസഭാ ചെയർമാനും മലബാർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ MR മുരളിയാണ് ഈ പണം വിതരണം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളതും കൈകാര്യം ചെയ്തതും MR മുരളിയുടെ നേതൃത്വത്തിലാണ്. മാത്രമല്ല പാലക്കാട് മറ്റു ചില കേന്ദ്രങ്ങളിലാണ് പണം എത്തിക്കുന്നത്. പക്ഷേ ചേലക്കരയിൽ പണം എത്തിക്കുന്നത് CPM ഏറെ സ്വാധീനമുള്ള വെള്ളത്തോൾ നഗർ പഞ്ചായത്തിലാണ്. ഈ വെള്ളത്തോൾ നഗർ പഞ്ചായത്തിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് താമസിക്കുന്നത്. ഇതിനകത്തെ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു മന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വീട് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ബാക്കിലാണ്. ഇവിടേക്കാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ 1/4 കോടി രൂപയും 1/2 കോടി രൂപയും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പണം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ 500ഓളം പട്ടികജാതി കോളനികളുണ്ട്. ഓരോ പട്ടികജാതി കോളനിയിലും ഓരോ ലക്ഷം രൂപ കണക്കാക്കി 500 ലക്ഷം രൂപയാണ് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വിതരണം ചെയ്യുന്നത് CPMൻ്റെ തന്നെ അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിലെ പെൻഷൻ വിതരണക്കാരായ ജീവനക്കാരാണ്. പെൻഷന്റെ വിതരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പട്ടികജാതി കോളനികളിൽ വ്യാപകമായ രീതിയിൽ നടക്കുകയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ വെള്ളത്തോൾ നഗർ CAയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉന്നയിച്ചതാണ്. സ്പേസ് ഓൺ വീൽസ് എക്സിബിഷൻ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൽ നടന്നു. വിജ്ഞാന ഭാരതിയുടെയും ISROയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിജ്ഞാനപ്രദവും കൗതുകകരവുമായ സ്പേസ് ഓൺ വീൽസ് എക്സിബിഷൻ തൃശൂർ ജില്ലയിലെ പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൽ സംഘടിപ്പിച്ചു. കഴിഞ്ഞ 2 ദിവസമായി തിങ്കളാഴ്ച ഇരിഞ്ഞാലക്കുട ശാന്തിനികേതൻ പബ്ലിക് സ്കൂളിലും ചൊവ്വാഴ്ച ഭാരതീയ വിദ്യാഭവൻ പോട്ടൂരിലുമായിരുന്നു സന്ദർശനം. നാളെ പാറമേക്കാവ് വിദ്യാനികേതൻ സ്കൂളിലെ സന്ദർശനത്തോടെ ജില്ലയിലെ യാത്ര സമാപിക്കുന്നതാണ്. ISROയുടെ ചരിത്ര നാൾവഴികളിലെ സാറ്റലൈറ്റ് പ്രക്ഷേപണ മോഡലുകൾ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിരുന്നു. അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദീകരണവും വിദ്യാർത്ഥികൾക്ക് നൽകി. ബഹിരാകാശ ശാസ്ത്ര രംഗത്ത് ഇന്ത്യയുടെ സംഭാവനകളെക്കുറിച്ചും സമൂഹ നന്മയ്ക്കു വേണ്ടി ബഹിരാകാശ ഗവേഷണം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും ഈ എക്സിബിഷൻ കുട്ടികളെ ബോധവാന്മാരാക്കി. വൈസ് പ്രിൻസിപ്പാൾ ഫാദർ ജിതിൻ ചക്കിമംഗലത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന അസംബ്ലിയിൽ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിജ്ഞാന ഭാരതി അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ വിവേകാനന്ദ പൈ സംസാരിച്ചു. ദക്ഷിണ മേഖലാ സംഘടനാ സെക്രട്ടറി ശ്രീ അക്ബർ രവീന്ദ്രനും തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ശ്രീ ഗോവിന്ദ് തുടങ്ങിയവരും മറ്റ് അധ്യാപകരും പങ്കെടുത്തു. വൈകിട്ട് 4 മണിവരെ പരിപാടി സ്കൂളിൽ ഉണ്ടായിരിക്കുന്നതാണ്. നടത്തറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കമ്മിറ്റിയിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം. CPM ഭരിക്കുന്ന സാമ്പത്തിക ഭദ്രതയില്ലാത്ത ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള പഞ്ചായത്ത് തനത് ഫണ്ട് 1,70,00,000 രൂപ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധിച്ചത്. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബിന്ദു കാട്ടുങ്കൽ, മെമ്പർമാരായ TP മാധവൻ, മിനി വിനോദ്, സരിത രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളായ KN വിജയകുമാർ, ML ബേബി,
ജേക്കബ് പോൾ, ES അനിരുദ്ധൻ, ജിത്ത് ചാക്കോ, ഉണ്ണി കൊച്ചുപുരയ്ക്കൽ, ജോയ് കുളങ്ങര, ജെയ്സൺ പുലിയള തുടങ്ങിയവർ സംസാരിച്ചു. തന്റെ ആത്മകഥയിലേതെന്ന് കാട്ടി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങൾ വ്യാജമെന്ന് CPIM നേതാവ് EP ജയരാജൻ. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിൽ DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ആത്മകഥയിലേതെന്ന് കാട്ടി പുറത്തിറക്കിയിട്ടുള്ള ഭാഗങ്ങൾ കെട്ടിച്ചമച്ചതാണ്. തന്റെ പുസ്തകം പൂർത്തിയായിട്ടില്ല. തലക്കെട്ട് പോലും ആലോചിച്ചിട്ടില്ല. ഒറ്റ പേജ് പോലും പ്രസിദ്ധീകരിക്കാനായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. DC ബുക്സുമായി ഒരു കരാറുമില്ല. മാതൃഭൂമിയും DC ബുക്സും ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിനായി സമീപിച്ചിരുന്നു. ആലോചിച്ചേ പറയാമെന്ന് മാത്രമായിരുന്നു മറുപടി നൽകിയത്. താൻ പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്നത്. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരിൽ താൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമോ? തന്നെയും പാർട്ടിയെയും നശിപ്പിക്കുവാനുള്ള നീക്കമാണിത്. പൂർണ്ണമായും ആസൂത്രിതമായ പദ്ധതിയാണ്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ താൻ പാർട്ടിക്ക് എതിരെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം വാർത്ത നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും EP പറഞ്ഞു. ഇന്ന് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു മാധ്യമങ്ങൾ EP ജയരാജന്റെ ആത്മകഥയിലെ ഭാഗങ്ങൾ എന്ന് അവകാശപ്പെട്ട് വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചത്. EP ജയരാജൻ പാർട്ടിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നുവെന്നായിരുന്നു അവകാശവാദം. എഴുതി തീരാത്ത ആത്മകഥയുടെ കവർ പേജ് ഉൾപ്പെടെ കാണിച്ചായിരുന്നു വ്യാജ വാർത്ത പുറത്തു വന്നിരുന്നത്. രണ്ടാം പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ പ്രതിഷേധം. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയായി സരിനെ തെരഞ്ഞെടുത്തത് തെറ്റെന്നൊക്കെ ആത്മകഥയിൽ പറയുന്നു എന്നെല്ലാമായിരുന്നു 24, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടത്. എഴുതിത്തീരാത്ത പുസ്തകം ഉടൻ വരുമെന്നു കാട്ടി DC ബുക്സ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് EP ജയരാജന്റെ പ്രതികരണം. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്.
സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടി അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്ന മാനേജ്മെന്റാണ് LICയിൽ നിലവിലുള്ളതെന്നും അത്തരക്കാരെ തിരിച്ചറിഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തുവാൻ ഇന്ന് BMS എന്ന ദേശീയ പ്രസ്ഥാനത്തിന് കഴിയുമെന്ന ധാരണ മാനേജ്മെന്റിനെ ഉണ്ടാക്കുന്നത് നല്ലതാണെന്നും BMS തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം LIC ഡിവിഷൻ ഓഫീസിനു മുൻപിൽ ഭാരതീയ ലൈഫ് ഇൻഷുറൻസ് ഏജൻസി നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LIC ഏജന്റുമാരുടെ കമ്മീഷൻ കുറച്ച് നടപടി പിൻവലിക്കുക, പുനർനിർണയിക്കുക, ഏജന്റുമാരെ ESI പരിധിയിൽ കൊണ്ടുവരിക, പോളിസി ഉടമകൾക്ക് ബോണസ് വർധനവുള്ള പോളിസി പ്രഖ്യാപിക്കുക, കമ്മീഷൻ തിരിച്ചുപിടിക്കുവാനുള്ള ക്ലാബ് ബാങ്ക് നിയമം പിൻവലിക്കുക, LICയെ തകർക്കുന്ന മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് LIC ഏജന്റ് സംഘ് ധർണ നടത്തിയത്. യൂണിയൻ ഡിവിഷൻ ഇൻചാർജ് K. ബാബു അധ്യക്ഷത വഹിച്ചു. ഭാരതീയ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ് അഖിലേന്ത്യാ സെക്രട്ടറി K. വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. BMS സംസ്ഥാന സമിതി അംഗങ്ങളായ AC കൃഷ്ണൻ, KV അച്യുതൻ, രാജു കുന്നംകുളം, ഉണ്ണികൃഷ്ണൻ മരുത തുടങ്ങിയവർ പ്രസംഗിച്ചു. LIC ഏജൻസി ജില്ലാ സെക്രട്ടറി KK സതീശൻ സ്വാഗതവും AD ഗോകുൽദാസ് നന്ദിയും രേഖപ്പെടുത്തി. പുത്തൂർ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ആവശ്യമായ സഹായ ഉപകരണങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുത്തൂർ പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുത്തൂർ പള്ളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സിനി പ്രദീപ് കുമാർ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്, ICDS സൂപ്പർവൈസർമാരായ ദീപ ഫ്രാൻസിസ്, ബ്രീനു പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും എന്തെല്ലാം ഉപകരണങ്ങൾ തുടർന്ന് ആവശ്യമായി വരുമെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കണ്ടെത്തുന്നതിനാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ 2024 സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രകാരമാണ് ഇന്ന് നമ്മുടെ ഇവിടെ ഈ മെഡിക്കൽ ക്യാമ്പ് നിർവഹിക്കുന്നത്. ഇതിൽ നമ്മുടെ വയോജനങ്ങൾക്ക് 3 ലക്ഷം രൂപയും അതുപോലെ തന്നെ ഭിന്നശേഷിയായ ആളുകൾക്ക് 5 ലക്ഷം രൂപയാണ് പദ്ധതിയിൽ വകയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, ഇപ്പോൾ ഭിന്നശേഷിക്കാരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഉപജീവന മാർഗത്തിന് അതൊരു വഴിത്തിരിവാകും. മാത്രമല്ല അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്ക്, കൂടുതൽ ആളുകൾക്ക് കേൾവിക്കാണ് പ്രശ്നം. അപ്പോൾ അവർക്ക് കേൾവി ശ്രവണ സഹായം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ചെവി കേൾക്കാനായിട്ടുള്ളൊരു ഇതാവും. വീട്ടുകാരെ സഹായിക്കാനും അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഉപകാരം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ മെഡിക്കൽ ക്യാമ്പ് വെച്ചിട്ടുള്ളത്. മാത്രമല്ല ഓരോരുത്തരെയും ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് എന്ത് ഉപകരണമാണ് ആവശ്യം എന്നുള്ളത് നമ്മുടെ ഈ മെഡിക്കൽ ക്യാമ്പിൽ വന്ന ഡോക്ടറുടെ പരിശോധനയ്ക്ക് വിധേയമായതിനു ശേഷമാണ് ഇത് നൽകുന്നത്. മാത്രമല്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ 5 ലക്ഷം രൂപയാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഉപകരണങ്ങൾ വാങ്ങിക്കൊടുത്തത്. ഈ പ്രാവശ്യം നമ്മൾ നല്ല ഫണ്ട് വെച്ചിട്ടുണ്ട്. പോരായ്മയുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റു ഫണ്ടുകൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ അവർക്ക് പൂർത്തീകരിച്ച് കൊടുക്കുന്നതാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കെട്ടിട വാടകയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ 18% GST പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തൻ നഗറിലെ GST ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തി. ധർണ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഹോട്ടലുകളിൽ ഭക്ഷണത്തിനുമേലുള്ള GST 1% കുറയ്ക്കുക, അനിയന്ത്രിതമായ പാചകവാതക വിലവർദ്ധനവ് നിയന്ത്രിക്കുക, ഭക്ഷ്യസംസ്കൃത സാധനങ്ങളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കുക, അനധികൃത ഭക്ഷണശാലകൾ നിയന്ത്രിക്കുക, ഹോട്ടൽ, ബേക്കറി, റെസ്റ്റോറന്റ് മേഖലകൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത്. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് C. ബിജുലാൽ, സംസ്ഥാന നേതാക്കളായ ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, GK പ്രശാന്ത്, അമ്പാടി ഉണ്ണികൃഷ്ണൻ, VR സുകുമാരൻ, സുന്ദരൻ നായർ, VJ ശേഷാദ്രി, പ്രേംരാജ് ചൂണ്ടാലത്ത്, KD ജോൺസൺ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കെൽട്രോണിൽ അഡ്വാൻസ്ഡ് ജേർണലിസം ആൻഡ് മീഡിയ സ്ട്രാറ്റജി പഠിക്കാം. കെൽട്രോൺ PG ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് ജേർണലിസം ആൻഡ് മീഡിയ സ്ട്രാറ്റജീസ് കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. പ്രിന്റ്, ടെലിവിഷൻ, ഡിജിറ്റൽ മീഡിയ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവയിൽ അധിഷ്ഠിതമായ ജേർണലിസം പരിശീലനം, ആങ്കറിംഗ്, വാർത്താ അവതരണം, വാർത്താ റിപ്പോർട്ടിംഗ്, എഡിറ്റോറിയൽ പ്രാക്ടീസ്, PR അഡ്വർടൈസിംഗ്, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവയിൽ പരിശീലനം ലഭിക്കും.
വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ പരിശീലനം, ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് സപ്പോർട്ട്സ് എന്നിവയ്ക്കുള്ള അവസരം കോഴ്സിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പൂർത്തിയായവർക്ക് കോഴ്സിന് അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ കേന്ദ്രങ്ങളിലാണ് ക്ലാസുകൾ നടക്കുന്നത്. നവംബർ 18 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 9544958182 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വീണ്ടും വാർത്തയിലേക്ക്. ദേശീയപാത നടത്തറയിൽ കാറിന് പുറകിൽ ലോറി ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. മണ്ണുത്തി ഭാഗത്തു നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്ക് പോവുകയായിരുന്ന കാറിന് പുറകിൽ പാലക്കാട് നിന്നും ആലുവയ്ക്ക് പോവുകയായിരുന്ന ലോറിയാണ് ഇടിച്ചത്. ബുധനാഴ്ച രാവിലെ 11:30ഓടെയാണ് അപകടം. നടത്തറ സിഗ്നൽ ജംഗ്ഷന് സമീപം വെച്ച് ഇടതുവശം ചേർന്ന് പോയിരുന്ന കാർ പെട്ടെന്ന് വലതുവശത്തെ ട്രാക്കിലേക്ക് മാറിയതോടെ വലതുവശത്തോടെ വന്ന ലോറി കാറിൽ ഇടിക്കുകയായിരുന്നു. ലോറി ഇടിച്ചതോടെ നിയന്ത്രണം തെറ്റിയ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറിയാണ് നിന്നത്. ആധുനിക രീതിയിലുള്ള ശക്തൻ മാസ്റ്റർ പ്ലാനിന്റെ ആദ്യഘട്ടം വെള്ളിയാഴ്ച ആരംഭിക്കും. 1987 മുതൽ പരിഹരിക്കാതെ കിടന്ന ശക്തൻ നഗർ സമഗ്ര വികസനത്തിന് തടസ്സമായി നിന്നിരുന്ന NR കൺസ്ട്രക്ഷനും പഴയ മുനിസിപ്പാലിറ്റിയും പിന്നീട് കോർപ്പറേഷനും തമ്മിലുള്ള തർക്കം 2024 ഒക്ടോബർ 15 രമ്യമായ രീതിയിൽ പരിഹരിച്ച് ശക്തൻ നഗർ വികസനം അതിവേഗം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. തൃശൂർ നഗരത്തിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രവും ബസ് സ്റ്റാൻഡും സ്ഥിതി ചെയ്യുന്ന ഇടമാണ് ശക്തൻ നഗർ. 37 വർഷങ്ങൾക്ക് മുൻപ് ആ കാലഘട്ടത്തിനനുസൃതമായ പച്ചക്കറി മാർക്കറ്റ്, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന പ്രവൃത്തിയുടെ പ്ലാൻ, എസ്റ്റിമേറ്റ്, ലേഔട്ട് അംഗീകാരം സമർപ്പിക്കുന്നതിന് കൌൺസിൽ തീരുമാനപ്രകാരം NR കൺസ്ട്രക്ഷനെ ചുമതലപ്പെടുത്തി. 1999 തയ്യാറാക്കിയ പൂർണ്ണ രൂപത്തിലുള്ള പ്ലാൻ അന്നത്തെ മുനിസിപ്പാലിറ്റി അംഗീകരിച്ചു. ഇതിന്റെ ഭാഗമായി 15 കോടി രൂപയുടെ DPR തയ്യാറാക്കിയതിന് 2.33% പ്രകാരം 35 ലക്ഷത്തോളം NR കൺസ്ട്രക്ഷന് നൽകാനുണ്ടായിരുന്നു. 2000 വിവിധ പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് കോർപ്പറേഷൻ രൂപീകരിച്ചു. അന്നത്തെ കോൺഗ്രസ് കൌൺസിലിലെ ഒരു വിഭാഗത്തിന്റെ താൽപര്യപ്രകാരം NR കൺസ്ട്രക്ഷന് നൽകേണ്ടതില്ല ഈ തുക എന്ന് വികസന വിരോധം തീരുമാനം കൈക്കൊണ്ടു. ഇതിന്റെ ഭാഗമായി NR കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെതിരെ കേസ് നടത്തി. ശക്തൻ നഗർ വികസനം മരവിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി തൃശൂർ നഗരസഭയ്ക്ക് സംഭവിച്ചത് വികസന മുരടിപ്പും കനത്ത സാമ്പത്തിക നഷ്ടവുമാണ്. ഈ കാലഘട്ടത്തിലൊന്നും തയ്യാറാക്കിയ DPR ജനപ്രതിനിധിയായ ഒരാൾ പോലും പരിശോധിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൽ രക്ഷിതാക്കളുടെ പങ്കാളിത്തം സംബന്ധിച്ച് ആത്മവിമർശനം നടത്തണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ചേലക്കര മണ്ഡലത്തിലെ ചെറുതുരുത്തിയിൽ നിന്നും പിടികൂടിയത് CPM-ന്റെ പണമെന്ന് മുൻ MLA അനിൽ അക്കര. CPM ഭരിക്കുന്ന സാമ്പത്തിക ഭദ്രതയില്ലാത്ത ബാങ്കിൽ നടത്തറ പഞ്ചായത്ത് തനതു ഫണ്ട് നിക്ഷേപിച്ചതിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം. സ്പേസ് ഓൺ വീൽസ് എക്സിബിഷൻ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൽ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.